നമസ്കാരം. കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്ന് നടന്ന 10ാം ക്ലാസ്സിലെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ടേം 1 2025-2026 മാത്സ് പരീക്ഷയുടെ ആൻസർ കീയും ഒരു അവലോകനവുമാണ്. പരീക്ഷയുടെ ആകെ സമയം 2.5 മണിക്കൂറായിരുന്നു. ആകെ സ്കോർ 80. ഇതിൽ 4 സെക്ഷൻസ് ആയിട്ടാണ് ചോദ്യങ്ങൾ വന്നത്. ഒന്നാമത്തെ സെക്ഷനിലെ ആദ്യത്തെ ചോദ്യം നോക്കുക. What is the next number of the perfect square number sequence 1, 4, 9, etc. ഒരു പെർഫെക്റ്റ് സ്ക്വയർ സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. 1, 4, 9. അടുത്തത് 16 ആണ്. ഇവിടെ 1 മാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നേടാവുന്നതാണ്. അടുത്ത ചോദ്യത്തിൽ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യമായിരുന്നു. റീഡ് ദ ഫോളോവിങ് റീഡ് ദ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും തന്നിട്ട് ഇതിൽ കറക്റ്റ് ഉള്ളത് സെലക്ട് ചെയ്യാനാണ്. ഇവിടെ ആൻസർ എന്നത് സി. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിൽ റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വെയർ ഈച്ച് ടേം ലീവ്സ് റിമൈൻഡർ 4 ഓൺ ഡിവിഷൻ ബൈ 6. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞാൽ 4, 10, 16 എക്സെട്ര. ഇത് ഡിഫറൻസ് ഇവിടെ 6 വെച്ചായതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അടുത്ത ഓർ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു. റൈറ്റ് ദ സീക്വൻസ് ഓഫ് റിമൈൻഡേഴ്സ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിംഗ് ഓഡ് നമ്പേഴ്സ് ബൈ 10. Is this sequence arithmetic? Why? Write the sequence of remainders obtained by dividing odd numbers by 10. Odd numbers-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് എന്നത് 1, 3, 5, പിന്നീട് 7, പിന്നെ 9. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അടുത്ത 9 കഴിഞ്ഞ് പിന്നെയും 1 തന്നെയാണ് വരിക. അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ സാധിക്കില്ല. അടുത്ത നാലാമത്തെ ചോദ്യത്തിൽ 14, 23, 32, etc. is arithmetic sequence. Is the difference between any two terms of the sequence is 108. 108 ഏതെങ്കിലും 2 ടേമിൻ്റെ ഡിഫറൻസ് വരുമോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഡിഫറൻസ് നമ്മൾ കാണുമ്പോൾ 9 ആണ്. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഇവിടുത്തെ ഡിഫറൻസ് എല്ലാം വരുന്നത്. ഏത് 2 ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസും 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 108നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് പറയാം 108 ഏതോ 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് കിട്ടും. അടുത്ത ചോദ്യത്തിൽ 15ാമത്തെ ടേം കണ്ടുപിടിക്കാനാണ്. 15ാമത്തെ ടേം കാണുമ്പോൾ 140 ആണ് ആൻസർ. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 230 ഇൻ ദ സീക്വൻസ്? 230 എത്രാമത്തെ ടേം ആണെന്ന് ചോദിച്ചാൽ 230ൽ നിന്നും ഫസ്റ്റ് ടേം കുറയ്ക്കുന്നു. ബൈ ഡിഫറൻസ് +1 ചെയ്യുമ്പോൾ നമുക്കത് 25ാമത്തെ എന്ന് കിട്ടും. 5ാമത്തെ ചോദ്യത്തിൽ ദ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 51, 6th ടേം 45. അപ്പോൾ 5th ടേം എന്നത് മിഡിൽ നമ്പർ ആണ്. അത് 48 എന്ന് കിട്ടും. ഈ സീക്വൻസിൻ്റെ പ്രത്യേകത ഡിഫറൻസ് മൈനസ് ആണ്, കാരണം കുറഞ്ഞു പോകുന്നു. 4th ടേം 51, 6th ആയപ്പോൾ 45 കുറഞ്ഞു. ഇവിടെ വാട്ട് നമ്പർ ടു ബി ആഡഡ് ടു 5th ടേം ടു ഗെറ്റ് ഫസ്റ്റ് ടേം? 5th ടേമിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ ഫസ്റ്റ് ടേം കിട്ടുമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ടേം കിട്ടാൻ എന്ത് ആഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ -12. ഫസ്റ്റ് 3 ടേംസ് എഴുതാൻ പറഞ്ഞതുകൊണ്ട് 60, 57, 54 ആണ് ആൻസർ. അടുത്ത ബി പാർട്ട്. ബി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് 7 ടേംസ് തന്നിട്ടുണ്ട് 133. സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് എന്ന് പറയുന്നത് 511. 4th ടേം കാണാൻ നമുക്കറിയാം 7 ടേംസിൻ്റെ സം 133 ആയതുകൊണ്ട് അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 19 എന്ന് കിട്ടും. 11th ടേം കാണാൻ നമുക്ക് 73 മൈനസ് 19. ഈ 73 എന്നത് കിട്ടാൻ 511 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 73 മൈനസ് 4th ടേം ചെയ്ത് കഴിഞ്ഞാൽ 54 എന്ന് കിട്ടും. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ്. ഇവിടെ 3 ടേംസ് എഴുതാൻ ചോദിച്ചു. 4, 9, 14 ആണ് ടേംസ്. ഇതിന് 4 മാർക്കാണ്. 6ാമത്തെ ചോദ്യത്തിൽ 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 42, 8th ടേം 62. സെക്കൻഡ് ടേം കാണാൻ പറഞ്ഞു. സെക്കൻഡ് ടേം എന്നത് 22 ആണ്. 14th ടേം കാണുമ്പോൾ 102 എന്ന് കിട്ടും. സം ഓഫ് 18 ടേംസ് കാണുമ്പോൾ 1296 എന്ന് കിട്ടും ആൻസർ. ഇത്രയും ചെയ്യുന്നതിന് 5 മാർക്ക്. അടുത്തത് 7ാമത്തെ ചോദ്യത്തിൽ വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ റെഡ്യൂസ്ഡ് ബൈ 2. 2 വെച്ച് എല്ലാ സൈഡും കുറച്ചപ്പോൾ ഏരിയ 81 ആയി. അപ്പോൾ ഏരിയ 9ൻ്റെ സ്ക്വയർ ആണ് 81. 2 വെച്ച് കുറച്ചപ്പോഴാണ് 9 കിട്ടിയത്. അപ്പോൾ പഴയത് 11. ഇവിടെ 1 മാർക്ക് ആയതുകൊണ്ട് ആൻസർ 11 എന്ന് മാത്രം എഴുതിയാൽ മതി. ദ ഓൾജിബ്രാക് ഫോം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 5n + 2. ഫസ്റ്റ് ടേം കാണാൻ n-ന് 1 കൊടുത്താൽ 7 എന്ന് കിട്ടും. ഇതിനെല്ലാം ഓരോ മാർക്ക് വീതമാണ്. 9ാമത്തെ ചോദ്യത്തിൽ പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 6, 10, 14 etc. ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ.
ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ nth ടേം അല്ലെങ്കിൽ ഓൾജിബ്രാക്ക് എക്സ്പ്രഷൻ കാണണം. ഡിഫറൻസ് 4 ആയതുകൊണ്ട് 4n പ്ലസ് 2 ചെയ്താൽ ഈ 6 കിട്ടും. അപ്പോൾ 4n പ്ലസ് 2 ആണ് ഇതിൻ്റെ ഓൾജിബ്രാക്ക് ഫോം. പെർഫെക്റ്റ് സ്ക്വയർ ആകത്തില്ല എന്നിവിടെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചത് കൊണ്ട് നമുക്ക് പറയാം 4ൻ്റെ മൾട്ടിപ്പിളിനോട് കൂടി 2 കൂട്ടുന്നതൊന്നും പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. ഇതിന് 3 മാർക്ക്. 10ാമത്തെ ചോദ്യത്തിൽ ദ പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഓഫ് 4 ഈസ് 672. അതായത് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണ്. അപ്പോൾ ഒരെണ്ണം എക്സ് എന്ന് എടുത്താൽ അടുത്തത് എക്സ് പ്ലസ് 4. ഇതിൻ്റെ പ്രോഡക്റ്റ് 672 ആണ്. ഇത് ഓപ്പൺ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 4x ഈക്വൽ ടു 672. അവിടുന്ന് നമുക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് വെച്ച് നമ്പേഴ്സ് 24ഉം 28ഉം ആണെന്ന് കിട്ടും. ഇവിടെ നെഗറ്റീവും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. -28ഉം -24 എന്ന് എഴുതിയാലും ശരിയാണ്. അടുത്ത 11ാമത്തെ ചോദ്യത്തിൽ ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 3n² പ്ലസ് 2n. റൈറ്റ്, ഫസ്റ്റ് ടേം കാണാൻ 1 കൊടുത്താൽ മതി. സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് കാണാൻ ഇവിടെ 2 കൊടുത്താൽ 16 എന്ന് കിട്ടും. 2² 4 × 3 12 പ്ലസ് 4 16. ഇവിടെ ഡിഫറൻസ് ആണ് സെക്കൻഡ് ടേം, അതായത് 11 എന്ന് കിട്ടും. അപ്പോൾ 6 വെച്ച് കൂടുന്നതുകൊണ്ട് 6n, 5 കിട്ടണമെങ്കിൽ -1. 6n - 1 ആണ് ഇവിടുത്തെ nth ടേം. ഇത്രയും ചെയ്യുന്നതിന് 4 മാർക്ക്. രണ്ടാമത്തെ ചോദ്യത്തിൽ എ വെജിറ്റബിൾ ഗാർഡൻ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്ടാങ്കിൾ. ഇറ്റ്സ് ലാർജർ സൈഡ് ഈസ് 8 meter longer than the smaller side. സ്മോളർ സൈഡ് എക്സ് എന്ന് എടുത്താൽ ലാർജർ സൈഡ് എക്സ് പ്ലസ് 8. ഏരിയ 118 തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 180. ഇത് ഓപ്പൺ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 8x ഈക്വൽ ടു 180. അവിടെ നിന്ന് 4 സ്ക്വയർ ആഡ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് വഴി സൈഡ് കണ്ടുപിടിക്കുമ്പോൾ 10 എന്നും 18 എന്നും കിട്ടും സൈഡ്സ്. അടുത്തത് വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ 2 cm മോർ ദാൻ ദി അതർ. ഒരു സൈഡ് എക്സ് എന്ന് എടുത്താൽ അടുത്തത് എക്സ് പ്ലസ് 2. ഇതിൻ്റെ ഏരിയ 24 തന്നിട്ടുണ്ട്. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. എക്സ് ഹാഫ് BH എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 24. 2 അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു 2x പ്ലസ് 2 ഇസ് ഈക്വൽ ടു 24 ഇൻറ്റു 2 48 എന്നവിടെ വരും. അപ്പോൾ ആഡ് ചെയ്യേണ്ട നമ്പർ 1² ആണ്. അങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് നമ്പേഴ്സ് കിട്ടുന്നത് എക്സ് 6, എക്സ് പ്ലസ് 2 എന്നത് 8. പൈതഗോറസ് തിയറം വെച്ച് ഈ സൈഡ് 10 എന്ന് പറയാം. ഇതിന് 4 മാർക്ക്. അടുത്ത 13ാമത്തെ ചോദ്യത്തിൽ കൺസിഡർ ദ സീക്വൻസ് ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 7. 7ൻ്റെ മൾട്ടിപ്പിൾസ് 3 ഡിജിറ്റ് തുടങ്ങുന്ന 105-ലാണ്. അടുത്ത 112, അങ്ങനെ പോയി ലാസ്റ്റ് 994 വരും. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റും എഴുതാൻ പറഞ്ഞാൽ 105ഉം 994ഉം. ഹൗ മെനി ടേംസ് ആർ ദെയർ? ലാസ്റ്റ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ കുറച്ച് ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, +1 ചെയ്യുമ്പോൾ 128 എന്ന് കിട്ടും. അടുത്തത് 14ാമത്തെ ചോദ്യം. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ്. 30 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാൻ പറഞ്ഞാൽ 1 + 2 + 3 അങ്ങനെ 30 വരെ കൂട്ടാൻ 30 × 31/2 ആൻസർ 465 കിട്ടും. സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 4. 4ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുമ്പോൾ 4, 8, 12 അങ്ങനെ വരും. അതിൽ നിന്ന് 4 കോമൺ എടുത്താൽ നമുക്ക് 1, 2, 3 അങ്ങനെ 30 വരെ കിട്ടും. അപ്പോൾ 4 × 30 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം, അതായത് 4 × 4 65 ചെയ്താൽ ആൻസർ ആയി. അടുത്തത് കാൽക്കുലേറ്റ് ദ സം ഓഫ് 30 ടേംസ് ഓഫ് ദി സീക്വൻസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് നാച്ചുറൽ നമ്പർ ബൈ 4 ദെൻ ആഡിങ് 1. നാച്ചുറൽ നമ്പേഴ്സിനെയൊക്കെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 4 4 എന്നിട്ട് 1 ആഡ് ചെയ്താൽ 5. അപ്പോൾ ഫസ്റ്റ് ടൈം 5. 2 × 4 8 + 1 9 അങ്ങനെ സെക്കൻഡ് ടൈം കിട്ടുന്നു. ഇതുപോലെ കിട്ടുന്ന സീക്വൻസിൻ്റെ സം ഓഫ് n ടൈംസ് കാണാൻ പറയുന്നു. അപ്പോൾ ആൻസർ കിട്ടുന്നത് 2n² + 3n എന്നാണ്. അതിൻ്റെ ക്വസ്റ്റ്യനിൽ പറയുന്നത് റൈറ്റ് ദ ആൾജിബ്രാക് ഫോം ഓഫ് സം ഓഫ് n ടൈംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 11, 13, 15 എക്സെട്ര. ഇത് ചെയ്യുമ്പോൾ n² + 10 എന്ന് കിട്ടും. ഹൗ മെനി ടൈംസ് ഓഫ് ദിസ് സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് ടു ബി ആഡഡ് ടു ഗെറ്റ് 600. ഇത് എത്ര എണ്ണം ആഡ് ചെയ്താൽ 600 കിട്ടുമെന്ന് ചോദിച്ചാൽ n² + 10n = 600 എന്ന് കൊടുക്കണം. അത് ചെയ്ത് കഴിയുമ്പോൾ, അതായത് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ചെയ്യുമ്പോൾ n = 20 എന്ന് കിട്ടും. അടുത്തത് സെക്ഷൻ C ആണ്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു തെറ്റുണ്ട്. ഓഡ് എന്നാണ് ഇവിടെ വരേണ്ടിയിരുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് B ആണ്. കൺസിഡർ ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ be written by using the digits 2, 5, 7 without repeating the digits. If one number is taken from this, what is the probability that the number greater than 500? 500-നേക്കാൾ കൂടുതലുള്ളത് നമുക്ക് പറയാം 527, 572. അപ്പോൾ 500 കൂട്ടിയായി. അതുപോലെ 752ഉം 725ഉം 500-ന് മേളിലാണ്. അങ്ങനെ 4 എണ്ണം കിട്ടും ആകെയുള്ള 6 എണ്ണത്തിൽ. അപ്പോൾ 4/6 ആണ് ആൻസർ.
ഇവിടെ 2 കോളംസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഷെയ്ഡ് ചെയ്തതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. ഷെയ്ഡ് ചെയ്തതിൽ ഡോട്ട് ഇടുമ്പോൾ പാസ്സാകുന്നു അല്ലെ വിൻ ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റിനിൽ പറയുന്നത്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ടു വിൻ ഇഫ് പ്ലേയിങ് ഫസ്റ്റ് ഗെയിം ബോർഡ്? ഇത് വെച്ച് കളിക്കുകയാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യത 1 2 3 4 5/10. അടുത്ത പ്ലേയിങ് വിത്ത് വിച്ച് ഗെയിം ബോർഡ് ഈസ് ബെറ്റർ ചാൻസ് ടു വിൻ? ഇതിൽ ഏതാണ് ജയിക്കാൻ സാധ്യത കൂടുതലെന്ന് ചോദിച്ചാൽ രണ്ടാമത്തതാണ്. കാരണം ആദ്യത്തേതാണ്. രണ്ടാമത്തേൽ ഉള്ളതിൻ്റെ എണ്ണം നോക്കിയാൽ 2 4 6 7 എണ്ണം ഉണ്ട് 15-ൽ. ഇതിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കി കഴിയുമ്പോൾ ആദ്യത്തേനാണ് ചാൻസ് കൂടുതലെന്ന് മനസ്സിലാവും. അതായത് ഡിനോമിനേറ്റർ നമുക്ക് 30 ആക്കാം. ഇവിടെ ഇൻറ്റു 2 ചെയ്തു, ഇവിടെ ഇൻറ്റു 3. അപ്പോൾ ഇത് 15/30, ഇത് 14/30 വരും. അപ്പോൾ 15/30 കൂടുതൽ ചാൻസ് കാണുന്നത്. അതിന് ഫസ്റ്റ് ഗെയിം ബോർഡാണ് ചാൻസ് കൂടുതൽ. അടുത്ത 18ാമത്തെ ചോദ്യത്തിൽ ഒരു 3 സെക്ടേഴ്സാണ് തന്നിരിക്കുന്നത്. 60 ഡിഗ്രിയിൽ ഇവിടെ ഡോട്ട് ഇടാനുള്ള ചാൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 60/360 1/6. പ്രോബിലിറ്റി ഓഫ് ഡോട്ട് പ്ലേസ് ഇൻ ദ സെക്ടർ സെൻട്രൽ ആംഗിൾ എക്സ് ഉള്ളിടത്ത് 4/9 ആണെങ്കിൽ എക്സ് എത്രയാണെന്ന് ചോദിച്ചു. ഡിനോമിനേറ്റർ 360 ആക്കണം. അതിനെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, മേളിലും 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 40 160 എന്ന് വരും. അപ്പോൾ ഈ ആംഗിൾ കിട്ടി 160. ഇത് രണ്ടും കൂടെ 220 ആയി. മിച്ചമുള്ളതാണ് ഇപ്പുറത്ത്, അത് 140. അവിടെ ഡോട്ട് ഇടാനുള്ള ചാൻസ്, ഷെയ്ഡഡ് പാർട്ടിൽ ഡോട്ട് ഇടാനുള്ള ചാൻസ് 140/360 7/18 ആണ്. 9ാമത്തെ ചോദ്യത്തിൽ എവരി 2 ഡിജിറ്റ് നമ്പർ ലെസ് ദാൻ 30 ആർ റിട്ടൺ ഓൺ സ്ലിപ്സ് ഓഫ് പേപ്പർ ആൻഡ് ഓൾ സ്ലിപ്സ് ആർ പുട്ട് ഇൻ എ ബോക്സ്. 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതി 30-ൽ താഴെ എന്ന് പറഞ്ഞാൽ 10 തൊട്ട് 29 വരെ എഴുതിയിട്ടു. അതാകെ 20 എണ്ണമാണെന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ നമ്പർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 5? ഇവിടെയുള്ളത് 10 തൊട്ടാണ്. 10 15 20 25 അങ്ങനെ 4 എണ്ണം. 4/20 കട്ട് ചെയ്യുമ്പോൾ 1/5. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് പ്രോബിലിറ്റി ഓഫ് സം ഓഫ് ദി ഡിജിറ്റ് 5. സം ഓഫ് ദി ഡിജിറ്റ് 5 വരുന്നത് നോക്കിയാൽ അതിൻ്റെ ഡെസിമൽ ഫോം എഴുതുമ്പോൾ 1/10, അതായത് 0.1 എന്ന് കിട്ടും. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ സം ഓഫ് ദി ഡിജിറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? ആൻസർ 1/4. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ സാധിച്ചൊരു ചോദ്യം തന്നെയാണെന്ന് കരുതുന്നു. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ചോദ്യത്തിൻ്റെ പാറ്റേണിലുള്ളത്. ബോക്സ് കണ്ടെയ്ൻസ് 10 ബ്ലാക്ക് ബീഡ്സ് ആൻഡ് 15 വൈറ്റ് ബീഡ്സ്. അപ്പോൾ ആദ്യത്തേൽ മൊത്തം 25. രണ്ടാമത്തേൽ 15 ബ്ലാക്ക് ആൻഡ് 25 വൈറ്റ്, അപ്പോൾ മൊത്തം 40. ഇവിടുത്തെ പെയേഴ്സിൻ്റെ എണ്ണം ചോദിച്ചാൽ 25 × 40 1000. പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബ്ലാക്ക് എന്ന് വന്നാൽ ആദ്യത്തേൽ ബ്ലാക്ക് 10 10/25 × 15/40 ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 150/1000. ബോത്ത് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 വൈറ്റ്, ഒരു വൈറ്റ് എങ്കിലും കിട്ടണമെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആകരുത്. ബ്ലാക്ക് ആകാനുള്ള ചാൻസ്, അതായത് ബോത്ത് ബ്ലാക്ക് 150 ആണ്, അത് 1000 ഇത് മൈനസ് ചെയ്താൽ 850/1000. ഒരെണ്ണം ബ്ലാക്ക് ഒരെണ്ണം വൈറ്റ്, ആ രീതിയിൽ ഉള്ളത് ചെയ്യുമ്പോൾ 475/1000 ആണ് ലാസ്റ്റത്തെ ആൻസർ. ഇതിന് 5 മാർക്ക്. അടുത്ത സെക്ഷൻ ഡി ആണ്. ഈ സെക്ഷനിൽ 20ാമത്തെ ചോദ്യം തന്നിരിക്കുന്നത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഇവിടെ ശരിയുള്ളത് ഏതെന്ന് ചോദിച്ചാൽ സി എന്ന ഫിഗറാണ്. അവിടെ 125, ഇവിടെ 55 ആഡ് ചെയ്താലാണ് 180. ബാക്കി എല്ലാം കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അടുത്ത 21ാമത്തെ ചോദ്യത്തിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ശരിയാണോ? ഇതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. കാരണം ഇവിടെ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എന്ന റീസൺ ഇവിടെ ഉപയോഗിക്കുന്നില്ല. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെൻ്റ് ആണ്. അപ്പോൾ റീസൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 2-ലെ തെറ്റാണ്. അതിൻ്റെ അർത്ഥം ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. 22ാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ആംഗിൾ എ ഒ ബി 130. ഇവിടെ തന്നിട്ടുണ്ട് 130. എ ഡി ബി എന്ന ആംഗിൾ 65 ആണ്. ഇതിൻ്റെ ഹാഫ്. ബി ഡി സി എന്ന ആംഗിൾ ഇവിടെ വരുന്നത് 25 ഡിഗ്രിയാണ്. അതിനുശേഷം ബി പി സി എന്നത് ഇവിടെ 25 ആയതുകൊണ്ട് ഇത് 155 എന്ന് വരും. അടുത്ത ചോദ്യത്തിൽ 23 ആംഗിൾ പി ഒ ആർ 140. കാരണം ഇവിടെ 17 തന്നിട്ടുണ്ട്. ഇവിടെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണിത്. ഈ സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള ആംഗിളിൻ്റെ ഹാഫാണ് 70. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ 140. ഇവിടുന്ന് എസ് കിട്ടും 40. അതിനുശേഷം അതിൻ്റെ ഡബിളാണ് ഇവിടെ സെൻറ്ററിൽ 80. അങ്ങനെ ഈ 3 ആംഗിൾസും കാണുന്നതിന് 3 മാർക്ക്. അടുത്തത് ഓർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യാൻ. ഇവിടെയും എളുപ്പമുള്ളതാണ്. ഒരു ചെറിയ പ്രൂഫാണ്.
എ ബിയും പി ക്യൂവും ജോയിൻ ചെയ്യണം. ഇവിടെ 90 വരും, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ഇവിടെയും 90 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടുന്നതുകൊണ്ട് പി ബി ക്യൂ ഒരു ലൈനിലാണ് എന്ന് നമുക്ക് പറയാം. നാലാമത്തെ ചോദ്യത്തിൽ ഒ ഇസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ, ആംഗിൾ എ ഇ ബി 30. ഇവിടെ 13 തന്നിട്ടുണ്ട്, സി ബി ഇ 20 ആണ്. അപ്പോൾ ഇത് 130 വരും. കാരണം 13, 20, 50 പോയിട്ട് മിച്ചം 130. ഈ വരുന്ന ആംഗിൾ 180യിൽ നിന്ന് കുറച്ചാൽ 50 ഡിഗ്രി. ഇവിടെ 50 ആയതുകൊണ്ട് ഇതും 50, ഇവിടെ 50. ഇത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ആയതുകൊണ്ട് 90. ഇവിടെ മിച്ചമുള്ളത് 40. അപ്പോൾ ബി സി ഇ 130, എ ഡി ബി 50, ഡി എ ബി 90, എ ബി ഡി എന്ന ആംഗിൾ 40. ഓർ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് എ ഡി ബി 20, എ ഡി ബി എന്നത് 20. അപ്പോൾ ഈ ആംഗിളും 20 വരും. ബി എ സി 50, ബി എ സി 50 എന്ന് തന്നിരിക്കുന്നു. ഇവിടെ 20 ആയതുകൊണ്ട് മിച്ചമുള്ളത് 110 എന്ന് വരും ഇവിടുത്തെ ആംഗിൾ. ഇത് 70 ആയതുകൊണ്ട് ലീനിയർ പെയർ അനുസരിച്ച് ഇവിടെ 110, ഇത് 20 ആയതുകൊണ്ട് മിച്ചമുള്ളത് 50. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 100 ആയതുകൊണ്ട് ആ സെയിം ആംഗിളാണ് ഔട്ടർ ആംഗിൾ 100. ബി ഡി സി 50, എ സി ബി 20, എ ബി സി 110, ഡി സി ഇ എന്നത് 100. അടുത്തത് 25ാമത്തെ ചോദ്യത്തിൽ എ ഡി എം എന്ന ആംഗിൾ 40 ആണ്. ഇതേ സെയിം ആംഗിളാണ് ഇവിടെ വരുന്നത് 40. ഇവിടെ 40 ആവുമ്പോൾ ഈ 40 എന്നത് ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെൻറ്റ് വരും. അപ്പോൾ ഇവിടെ 80 സെൻട്രൽ, എ ഒ സി എന്ന സെൻട്രൽ ആംഗിൾ 80. അതുപോലെ ഇവിടെ 50 ആയതുകൊണ്ട് ഇതിൻ്റെ ഡബിളാണ് സെൻട്രൽ വരുന്നത്, ബി ക്യു ഡിയുടെ സെൻട്രൽ ആംഗിൾ 100. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 എന്ന് കിട്ടും. 180 കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് ഈ ആർക്കിൻ്റെയും സെൻട്രൽ ആംഗിൾ 180. അപ്പോൾ അതൊരു സെമി സർക്കിളാണ് ഫോം ചെയ്തത് എന്ന് നമുക്ക് പറയാം. 26ാമത്തെ ചോദ്യം ടെക്സ്റ്റിലുള്ള അതേ പാറ്റേണിലുള്ള ചോദ്യം. ഒരു സർക്കിൾ വരച്ച് 55 ഡിഗ്രിയും 62.5 ഡിഗ്രിയും വരാൻ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ 110ഉം 125 എടുത്ത് വരച്ചാൽ കിട്ടും. ഇതിന് 5 മാർക്ക്. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇന്ന് നടന്ന സമ്മേറ്റീവ് അസസ്മെൻറ്റ് ടേം 1 2025-26 ഈ പരീക്ഷയുടെ ആൻസർ കീയും ഒരു അവലോകനവുമായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്കുടനെ കാണാം. താങ്ക്